സാദരവും ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدئ لولا أن هدانا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ കാരണവന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ കേൾവി, ഇതെല്ലാം നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകുന്ന, കനം തൂങ്ങുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ദുൽഖഅദ് മാസം, അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നായ ദുൽഖഅദ് മാസത്തിന്റെ അവസാന ദിനരാത്രങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ചയോടുകൂടി ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കും. ദുൽഖഅദ് മാസത്തിൽ വളരെ സുപ്രധാനമായ, ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ സുപ്രധാനമായിട്ടുള്ള സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മാസം കൂടിയാണ് ദുൽഖഅദ് മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ഉംറകള്, 4 ഉംറകളിൽ 3 എണ്ണവും ഹജ്ജിനോടൊപ്പം ചെയ്ത ഉംറ ഒഴികെ മറ്റെല്ലാം ദുൽഖഅദ് മാസത്തിലാണ് നിർവഹിച്ചിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെക്കാൾ മനോഹരമായിട്ട് രാജ്യങ്ങളുമായിട്ടുള്ള സന്ധി സംഭാഷണങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള മാതൃക വരച്ചു കാണിച്ച ഹുദൈബിയ സന്ധി അരങ്ങേറിയത് ദുൽഖഅദ് മാസത്തിലാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്കൊക്കെ നമ്മൾ ദുൽഹജ്ജ് മാസത്തിലേക്കാണ് പ്രവേശിക്കാനിരിക്കുന്നത്. നമുക്കറിയാം, ഹജ്ജിന്റെ കർമ്മങ്ങളാൽ ധന്യമാകുന്ന ദുൽഹജ്ജ് മാസത്തിലെ പവിത്രമായ ആദ്യ 10 ദിനങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളെ സംബന്ധിച്ച് ഹദീസുകളില് പഠിപ്പിക്കുന്നത്, ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളായിട്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അഫ്ളലു അയ്യാമി ദുനിയ. ഓക്കേ, കേൾക്കുന്നുണ്ട്. അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. ഇഹലോകത്തിലെ ദിനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകുന്ന ഒരു വലിയ അവസരമാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദുൽഹജ്ജ് മാസത്തിന് 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, ഹജ്ജിന്റെ മാസമാണ് എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തേത്, ഇത് പവിത്രമാക്കപ്പെട്ട മാസം കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 4 മാസങ്ങളെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ പവിത്രമാക്കപ്പെട്ടതായിട്ട് പരിചയപ്പെടുത്തിയത്. 3 എണ്ണം
തുടർച്ചയായി വരുന്ന ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം മാസങ്ങളാണ്. മറ്റൊന്ന് റജബാണ് എന്നുള്ളതും ഹദീസിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ദുൽഹജ്ജ് മാസം, അതിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദിനരാത്രങ്ങളാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രാത്രി ലൈലത്തുൽ ഖദർ ആയതുപോലെ വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിനം അത് അറഫ ദിനമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആ അറഫ ദിനം ഈ ദുൽഹജ്ജ് മാസത്തിൽ, അതിലെ ദുൽഹജ്ജ് 9 എന്നുള്ളതും നമ്മൾക്കറിയാം. റമദാനിലെ 10 രാത്രികൾ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ആയതുപോലെ ദുൽഹജ്ജിലെ 10 ദിനങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആ ദിനങ്ങളുടെ ഔന്നിത്യത്തെ കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, അതിൽ അള്ളാഹുവിന് അനുസരണങ്ങൾ അർപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പാഠങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മാമിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ദുൽഹജ്ജിലെ ആദ്യ 10 ദിനങ്ങളിലെ സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള മറ്റു ദിവസങ്ങളില്ല. മാമിൻ അമലിൻ അസ്ക ഇൻദല്ലാഹി അസ്സ വജല്ല വലാ അഅ്ളമ അജ്റൻ മിൻ ഖൈറിൻ യഅമലുഹു ഫിൽ അശ്റിൽ അദ്ഹ. ദുൽഹജ്ജിലെ ആദ്യ 10 ദിനങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിങ്കൽ സംശുദ്ധവും പ്രതിഫലാർഹവുമായിട്ടുള്ള മറ്റൊരു പ്രവൃത്തികളും ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, 4-5 ദിവസങ്ങൾക്കകം, ഇന്ന് നമ്മൾ ദുൽഖഅദ് 25 എത്തി നിൽക്കുന്നു. ഏതാണ്ട് ഒരാഴ്ചയോടുകൂടി അല്ലെങ്കിൽ 4-5 ദിവസത്തിനുള്ളിൽ നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുന്നൊരുക്കത്തോടു കൂടി ആ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുമെന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമതായിക്കൊണ്ട് അള്ളാഹുവിനെ കൂടുതലായിട്ട് സ്മരിക്കേണ്ടുന്ന സമയമാണ്. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്. നിർണിതമാക്കപ്പെട്ട, എണ്ണപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുക. വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത് എന്ന് സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ ദിനങ്ങളിൽ നിങ്ങൾ പരമാവധി തസ്ബീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളും തക്ബീറുകളും വർദ്ധിപ്പിക്കുക എന്നതാണ്. എവിടെയായിരുന്നാലും സഹാബിക്രാമിനെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങാടികളിലായാലും പരസ്പരം കണ്ടുമുട്ടുമ്പോഴും ഒക്കെ അവര് അള്ളാഹുവിനുള്ള ദിക്റിൽ മുഴുകിയിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദുൽഹജ്ജ് 9 അറഫ നോമ്പ്, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ലഹു വസ്സനത അല്ലതി ബഅദഹു. കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ആ പ്രബലമായ സുന്നത്ത് നോമ്പ് അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിക്കൊണ്ട് തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ കൂടുതലായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കർമ്മങ്ങൾ എന്തെല്ലാം രീതിയിൽ, ഒരു നന്മയെയും നമ്മൾ ചെറുതായി കാണാതെ പരമാവധി നന്മകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്നതാണ് ഈ വരാനിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല കൂടുതൽ നന്മകൾ പ്രവർത്തിച്ച് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിയാറുകളായി മാറാൻ, ഏറ്റവും നല്ല അടിമകളായി
മാറാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വേദനാജനകമായിട്ടുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കുന്ന പ്രദേശത്ത്, മങ്കട പ്രദേശത്ത് 4 വിദ്യാർത്ഥികളുടെ മരണം. ചെറുപ്രായത്തില് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകുന്ന കാഴ്ചകൾ. മരണം എന്നുള്ളത് ജീവിച്ചവൻ അല്ലെങ്കിൽ ജനിച്ചവർക്ക് മരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. എല്ലാവരും അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവരാണ്. പക്ഷെ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന മരണങ്ങൾ നമ്മെ ഒരേ സമയം പ്രയാസപ്പെടുത്തുകയും അതേപോലെ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിദ്യാർത്ഥികൾക്ക് അവരുടെ ബർസഖി ജീവിതം സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്ത് നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും അവരുടെ വിയോഗത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ കുടുംബക്കാർക്ക് അള്ളാഹു സബറും സക്കീനത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കും അതുപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരെയും ഒക്കെ ഇത്തരത്തിലുള്ള മരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم اجعل هذا صباحنا صباح الصالحين وألسنتنا ألسنة الذاكرين وقلوبنا قلوب الخاشعين وأبداننا أبدان المطيعين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. ربنا اغفر وارحم أنت خير الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.